ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ കൊട്ടാരക്കര അമ്പലത്തിൽ പോവുകയാണ്. ഞങ്ങൾ നിർദ്ദേശിച്ചത് ഞാനും എന്റെ ഫ്രണ്ട് പാറവും കൂടിയാണ് പോകുന്നത്. അപ്പൊ രാവിലെ റെഡിയായി ഇറങ്ങാണ്. രാവിലെ ചെറിയ 8:30 ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ബസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതിന് പോകാന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ബാഗൊക്കെ റെഡിയാക്കി ഞാൻ ഇറങ്ങിയപ്പോ ഒരു കിളിയുടെ സൗണ്ട് കേട്ടോ. പക്ഷെ ഞാൻ വീഡിയോ എടുത്തപ്പം അത് കരയുന്നില്ല. എന്താല്ലേ, അങ്ങനെ ബസ്സൊക്കെ കയറി ഞങ്ങൾ താണ്ടെ കൊട്ടാരക്കര ചെന്ന് ബസ് കയറിയല്ല, ബസ് കയറി പാറുവിന്റെ വീടിനടുത്ത് ഇറങ്ങി പാറുവിന്റെ കൂടെ വണ്ടിയിൽ കൊട്ടാരക്കര അമ്പലത്തിലേക്ക് വന്നു. കുളത്തിലേക്ക് ഇറങ്ങാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാന്ന് അറിയില്ല. അപ്പൊ അവിടെ ഇന്ന് കുറച്ച് മീനെയൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൽ കയറാന്ന് പറഞ്ഞു പോയി. തേങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉടയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിനകത്തേക്ക് പോവാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ശിവക്ഷേത്രം ഉണ്ട്, അതെനിക്കറിയാം. അവിടെ ഉത്സവം നടക്കുകയാണ്, അതിന്റെ തിരക്കാണ് എന്നാണ് പറയുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഉണ്ണിയപ്പത്തിനൊക്കെ എഴുതിയിട്ട് ഞാൻ അവിടെ ക്യൂ നിന്ന് ഉണ്ണിയപ്പമൊക്കെ വാങ്ങിയിട്ട്, ഉണ്ണിയപ്പത്തിന് നല്ല ക്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണിയപ്പമൊക്കെ വാങ്ങിയിട്ട് അവിടെ വന്നിങ്ങനെ ഇരുന്നു. ഉണ്ണിയപ്പം കഴിക്കാനുള്ളൊരു ഇതിലിരിക്കുകയാണ് കേട്ടോ. നല്ല ചൂടുള്ള ഉണ്ണിയപ്പം, നല്ല വിശന്നിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ ഉണ്ണിയപ്പമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നു. ഇനി ഫുഡ് കഴിക്കാൻ പോകണം, അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് അകത്താക്കിയില്ല. ഒരു 2 ഉണ്ണിയപ്പമൊക്കെ കഴിച്ചു. എന്നിട്ട് അവൾ അവിടെ നിന്ന് എന്തൊക്കെയോ ഐതിഹ്യങ്ങളൊക്കെ പറയാണ്. ഞാൻ തലയാട്ടിയൊക്കെ കേട്ടു. എനിക്കറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങളായിരുന്നു. അങ്ങനെ താണ്ടെ വേറെ ആർക്കോ കിട്ടിയ ഇലയിലെ ചന്ദനമൊക്കെ ഇട്ടിട്ട് അകത്തുനിന്ന് കിട്ടി. പക്ഷെ എനിക്ക് സിന്ദൂരം ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അതൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ നേരെ ചെരുപ്പെടുക്കാനായിട്ട് പോവാണ്. ഇനി നേരെ ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് അമ്പല ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അപ്പം അത്യാവശ്യം കുറച്ചൊക്കെ പുറത്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ എപ്പോഴും വരുന്ന ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് വന്നു കേട്ടോ. ഇവിടുത്തെ ഫുഡ് എനിക്ക് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഫുഡ് മാത്രമല്ല, എനിക്ക് ഇവിടുത്തെ കട്ട്ലെറ്റ്, അത് വിട്ടൊരു കളിയില്ല. പിന്നെ ഞങ്ങൾ കട്ട്ലെറ്റ് ഓർഡർ ചെയ്തു, പക്ഷേ വടയും തന്നു. പിന്നെ വട തിരിച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞു വട വെച്ചു. പക്ഷെ അവസാനം കഴിക്കാൻ വയ്യായിരുന്നു വട. അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ച് ഫുഡ് കഴിക്കുകയാണ്. ഏതാണ്ട് ഫുൾ കംപ്ലീറ്റ് ആയി. ലാസ്റ്റ് ഞങ്ങൾക്ക് കഴിക്കാൻ വയ്യായിരുന്നു കേട്ടോ. ഈ വടയും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും കുറച്ച് ഓവറായിരുന്നു രാവിലെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ചേച്ചിയെ കാണാനായിട്ട് വന്നിട്ട്, ചേച്ചി കൊട്ടാരക്കര CSB ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ചേച്ചിയെ കണ്ടിട്ട് അവിടെ 2 സെൽഫിയൊക്കെ എടുത്തിട്ട് നേരെ തന്റെ പാറുവിന്റെ വീട്ടിലേക്ക് വന്ന് അവിടെ നിന്ന് ന്യൂസ് കാണാണ്. എന്തിനാന്നറിയില്ല, ചുമ്മാ ന്യൂസ് ചാനൽ ഇട്ടിരുന്ന് കണ്ടോണ്ടിരുന്നു. അപ്പൊ താണ്ടെ ഞാൻ ഇന്ത്യൻ ഓഫീസിൽ നിന്ന് മേടിച്ച പേടയൊക്കെ തിന്നുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പാറു അവിടെ കിടപ്പുണ്ട്. ഞങ്ങൾ 2 കൂടെ കുറേ നേരം അവിടെ കിടന്ന് കാര്യമൊക്കെ പറഞ്ഞു ഉറങ്ങി എഴുന്നേറ്റാണ് വീട്ടിൽ പോയത്. കുറേ സമയം ഇങ്ങനെ ചില്ലടിച്ച് കിടന്നു. ഞങ്ങളൊരു 12 മണിയൊക്കെ ആയപ്പോൾ എത്തിയായിരുന്നേ. അപ്പൊ അവള് പറഞ്ഞു എന്നെ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് ബസ്സിനാണല്ലോ വന്നത്, അപ്പൊ വണ്ടി ഇല്ലല്ലോ തിരിച്ചു പോകാൻ. അങ്ങനെ ദാണ്ട് ഈ ഒരു സ്പോട്ട് കണ്ടു കേട്ടോ. അവളുടെ വീട്ടിനടുത്തല്ല വീട്ടിൽ തന്നെ ഈ ബൊഗൈൻവില്ല ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അവളെ കൊണ്ട് 2 വീഡിയോയും കറങ്ങി നിന്നും തിരിഞ്ഞു എടുത്തു ഒക്കെ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. അപ്പൊ അതിന്റെ റീല് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അങ്ങനെ അവള് കണ്ടോ വണ്ടി എടുത്തോണ്ടിരിക്കുകയാണ്. അവള് ചാർജിന് ഇട്ടിരുന്നത്. അങ്ങനെ എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോവാണ്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.